എൻ്റെ പേര് ഷൗക്കത്ത് അലി, പഠിക്കൽ താമസം. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവ് സദാചാര മൂല്യങ്ങൾ മുറുകെ പിടിച്ച് തെറ്റുകളൊന്നും ചെയ്യാതെ ഭഗവത്ഗീതയും മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ അനുസരിച്ച് നന്നായി ജീവിച്ച് മരിച്ചു. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവ് തെറ്റുകൾ ചെയ്യാതെ സദാചാര ബോധത്തോടുകൂടി ജീവിച്ചു മരിച്ചു. ഇസ്ലാം വ്യവസ്ഥകൾ, ഇസ്ലാമിക ആചാരപ്രകാരം മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു ഇസ്ലാമിക വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിച്ചു മരിച്ചു. ഇവർ മൂന്നുപേരും ദൈവസന്നിധിയിൽ ഏത് രീതിയിലാണ് കണക്കാക്കപ്പെടുക? മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഇസ്ലാമിക വിധിപ്രകാരം ജീവിച്ച ആൾക്ക് മറ്റു യുവാക്കളെക്കാൾ പ്രത്യേകത ലഭിക്കുന്നുവെങ്കിൽ ഈ വേദഗ്രന്ഥങ്ങൾക്കില്ലാത്ത വല്ല പ്രത്യേകതയും ഖുർആനിനുണ്ടോ, ഇസ്ലാം വ്യവസ്ഥക്കുണ്ടോ? ഷുക്കൂർ സാഹിബിന്റെ ചോദ്യം, വ്യത്യസ്ത മതസമൂഹങ്ങളിൽ ജനിച്ച് ജീവിച്ച വ്യക്തികൾ എല്ലാ നിലക്കും നല്ല നിലക്ക് ജീവിച്ചു. അങ്ങനെ പരലോകത്ത് പടച്ചവന്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ച വ്യക്തിക്ക് മാത്രം പ്രത്യേകതകളുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അതിന് വല്ല വേദഗ്രന്ഥത്തിലുള്ള വല്ല സവിശേഷതയും ഉണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, മുസ്ലിം സമൂഹത്തിൽ ജനിച്ച ആളാണെങ്കിലും ഹിന്ദു സമൂഹത്തിൽ ജനിച്ചയാളാണെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചയാളാണെങ്കിലും മറ്റേതെങ്കിലും സമൂഹത്തിൽ ജനിച്ചയാളാണെങ്കിലുമെല്ലാം അവർ യഥാർത്ഥ വിശ്വാസവും കൃത്യമായ സൽക്കർമ്മങ്ങളും ചെയ്യുമെങ്കിൽ അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം യഥാർത്ഥ വിശ്വാസവും സൽക്കർമ്മവുമാണ്. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, വബശിരില്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ. ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് കീഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗലോകമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. ആർക്കാ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. അപ്പോൾ പ്രശ്നം വിശ്വാസവും സൽക്കർമ്മവുമാണ്. ഏത് വിശ്വാസം? സട്ടാവും സംരക്ഷകനുമായ നാഥനെ കുറിച്ച് കൃത്യമായ വിശ്വാസം. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ, കൃത്യമായ സൽക്കർമ്മങ്ങൾ. ഈ വിശ്വാസവും സൽക്കർമ്മവും ലഭിക്കാൻ എന്താ നമ്മുടെ അടുത്ത മാർഗം? ഷൗക്കത്ത് സാഹിബ് ചോദിച്ചത്, ഈ മൂന്ന് സമൂഹത്തിലും പെട്ട ആളുകളെല്ലാം വളരെ നല്ല നിലക്ക് ജീവിക്കുന്നു. ആ വളരെ നല്ല നിലക്കുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സൽക്കർമ്മം എന്ന് പറയുമ്പോൾ, നല്ല നിലക്കുള്ള ജീവിതം എന്ന് പറയുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ചില ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണങ്ങളാണ്, ചില ബാധ്യതകളുടെ നിർവഹണങ്ങളാണ്. പലരോടും നമുക്ക് ബാധ്യതയുണ്ട്. നമുക്ക് നമ്മോട് ബാധ്യതയുണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ളവരോട് ബാധ്യതയുണ്ട്, നമ്മളുടെ മാതാപിതാക്കളോട്, ഭാര്യാസന്താനങ്ങളോട് എല്ലാം ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ പറയുക അയാളുടെ ജീവിതം സൽക്കർമ്മനിഷ്ഠമാണ്. ഈ ബാധ്യതകളിൽ ഏറ്റവും ഒന്നാമത്തെ ബാധ്യത സട്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ മാത്രം, അവനോടുള്ള ബാധ്യതയാണ്. അവനോടുള്ള ബാധ്യത അവൻ മാത്രം ആരാധിക്കപ്പെടണമെന്നതാണ്. ആ ബാധ്യത നിർവഹിക്കാതെ മറ്റേത് സൽക്കർമ്മം അനുഷ്ഠിച്ചാലും ആ സൽക്കർമ്മങ്ങളൊന്നും പരിഗണിക്കപ്പെടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. കൃത്യമായി മനസ്സിലാക്കുക. പടച്ചവനോടുള്ള ബാധ്യത നിർവഹിക്കാതെ
അവനെ മാത്രം ആരാധിക്കുക എന്ന ബാധ്യത നിർവഹിക്കാതെ മറ്റ് കർമ്മങ്ങൾ എന്ത് ചെയ്തിട്ടും അത് സ്വീകരിക്കപ്പെടില്ല. അതെന്താ അങ്ങനെ? കർമ്മങ്ങൾക്കൊരു ഹൈറാർക്കിയുണ്ട്, ഒരു ക്രമമുണ്ട്. ബാധ്യതാ നിർവഹണത്തിനൊരു ക്രമമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഉള്ളതാണത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോ ഞാൻ വളരെ വലിയൊരു സാമൂഹ്യ സേവകനായി ഇവിടെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കാം. എല്ലാ സാമൂഹ്യ സേവന പ്രവർത്തനത്തിലും ഞാൻ മുന്നിലുണ്ട്. സുനാമി വന്നപ്പോ, ഭൂകമ്പം വന്നപ്പോ, പ്രയാസപ്പെടുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ, കുഷ്ഠരോഗികളെ സംരക്ഷിക്കുവാൻ, മറ്റ് എയ്ഡ്സ് രോഗികളെ പുനരധിവസിപ്പിക്കാൻ, എല്ലാ സാമൂഹ്യ സേവന പ്രവർത്തനത്തിലും ഞാൻ മുന്നിൽ തന്നെ. അപ്പൊ നിങ്ങളെല്ലാം പറയും, ഓ അക്ബർ വളരെ വലിയ സാമൂഹ്യ സേവകൻ, വളരെ നല്ല മനുഷ്യനാണ്, സൽമാർഗാണ്. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ കുറച്ച് ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നപ്പോഴാണ് കാണുന്നത് എൻ്റെ ഉപ്പ എൻ്റെ വീട്ടിലൊരു ഇരുട്ടു മുറിയിൽ പ്രയാസപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നേയില്ല. അദ്ദേഹം പ്രായമായി, വാർദ്ധക്യത്തിലായി, രോഗിയായി, കട്ടിലുകളിൽ മാലിന്യമായി എല്ലാം കിടക്കുന്നു. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഉപ്പാനോട് ഞാൻ തട്ടിക്കയറുകയാണ്. അപ്പോ നിങ്ങളുടെ ചിത്രം മാറി. ഇയാളാണോ വലിയ സാമൂഹ്യ സേവനം, സ്വന്തം വാപ്പാനെ നോക്കാത്തത്? അതെന്താ? ഒന്നാമത്തെ എന്റെ ഉത്തരവാദിത്വം സ്വന്തം പിതാവിനോടാണ്. ഇതേപോലെ ഇസ്ലാം പറയും സട്ടാവായ തമ്പുരാനോടാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം എന്താണ്? അവന് മാത്രം അവകാശപ്പെട്ടത് അത് അവനെ നൽകാൻ പാടൂ. അത് അവനെ മാത്രം ആരാധിക്കണം, അവനോട് പ്രാർത്ഥിക്കണം. അവന് മാത്രം അവകാശപ്പെട്ടതേ അവൻ ചോദിച്ചുള്ളൂ. അത് ചെയ്യാതെ മറ്റേത് നന്മകൾക്കും വിലയില്ല. ഒരു സ്ത്രീ പറയാന്ന് വിചാരിക്കുക ഭർത്താവിനോട്, ഞാൻ എന്തൊക്കെ നന്മകൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ വരുമ്പോൾ നിങ്ങൾ ഉറക്കം ഉണരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കി തരുന്നു, എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ വസ്ത്രം ഞാൻ അലക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആകെ ഒരു ചെറിയ തെറ്റ് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. അതെന്താ? നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടത് ഞാൻ മറ്റു പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആര് തെറ്റ്? ഇത്ര വലിയ തെറ്റാണ്. ഇതേപോലെ സട്ടാവായ തമ്പുരാന് മാത്രം അവകാശപ്പെട്ടത് അവന് മാത്രം നൽകണം. അതില്ലെങ്കിൽ മറ്റ് സൽക്കർമ്മങ്ങളൊന്നും പരിഗണിക്കപ്പെടില്ല. ഇനിയത്തെ പ്രശ്നം സൽക്കർമ്മം എന്താണെന്നുള്ളത്. വിശ്വാസത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസവും സൽക്കർമ്മവും എന്താണെന്നുള്ളത്. യഥാർത്ഥത്തിലുള്ള സട്ടാവിനെ കുറിച്ചുള്ള വിശ്വാസം എന്തൊക്കെയാണ് സൽക്കർമ്മങ്ങൾ? ഇതറിയണമെങ്കിൽ നമുക്ക് കൃത്യമായി പടച്ചവനിൽ നിന്ന് തന്നെയുള്ള ബോധനം ആവശ്യമാണ്. ധർമ്മവും അധർമ്മവും എന്തെന്ന് മനസ്സിലാവണമെങ്കിൽ, എന്താണ് ശരി എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ആരാണ് പടച്ചവനെന്ന് മനസ്സിലാവണമെങ്കിൽ പടച്ചവനിൽ നിന്ന് തന്നെയുള്ള ബോധനം അനിവാര്യമാണ്. ആ ബോധനം ഇന്ന് നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും മാത്രമാണ്. കളങ്കമില്ലാത്ത പടച്ചവനിൽ നിന്നുള്ള ബോധനം. കൃത്യമായി പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും മാത്രം. പടച്ചവൻ പഠിപ്പിച്ച നന്മകൾ എന്തൊക്കെയാണ് എന്ന്, പടച്ചവൻ പഠിപ്പിച്ച തിന്മകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും മാത്രം. വേറെ ഗ്രന്ഥങ്ങൾ, ദൈവികമായ വചനങ്ങൾ അതിലുണ്ടാകാം, പക്ഷേ അവയിൽ മനുഷ്യവചനങ്ങളും കൂടിക്കുഴഞ്ഞാണുള്ളത് എന്ന് ആ ഗ്രന്ഥങ്ങളുടെ വക്താക്കൾ തന്നെ സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ അവയുടെ അടിസ്ഥാനത്തിൽ പടച്ചവൻ പറഞ്ഞ നന്മ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല, പടച്ചവൻ പറഞ്ഞ തിന്മയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയാകുമ്പോ നന്മ തിന്മകളെ ശരിക്കും എല്ലാ നന്മയും ചെയ്ത് ജീവിക്കുന്ന ഈ മൂന്ന് ജാതിയിലും പെട്ട ആളെന്നാണ് ചോദ്യകർത്താവിന്റെ നിരീക്ഷണം. നന്മ അവർക്ക് മനസ്സിലാകണമെങ്കിൽ തന്നെ എന്താണ് നന്മ എന്ന് അവർക്കറിയണമെങ്കിൽ തന്നെ സട്ടാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് 100% ഉറപ്പുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചേ പറ്റൂ. അവിടെയാണ് ഖുർആനും നബിചര്യയും സ്ഥിതി ചെയ്യുന്നത്. ഈ സ്രോതസ്സുകൾ പ്രകാരം നന്മ ചെയ്ത്, ഈ സ്രോതസ്സുകൾ പ്രകാരം യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഏത് ജാതിയിൽപ്പെട്ട, ഏത് വിഭാഗത്തിൽപ്പെട്ട,
ഏത് സമൂഹത്തിൽ ജനിച്ച ആളാണെങ്കിലും അവർ രക്ഷിക്കപ്പെടും. അവർക്ക് പടച്ച തമ്പുരാൻ രക്ഷയുടെ സ്വർഗം സമ്മാനമായി നൽകും. അതേസമയം ഇതല്ല എന്ന് വിചാരിക്കുക, ഏത് ജാതിയിൽപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മുസ്ലിം ജാതിയിൽപ്പെട്ടു എന്നുള്ളത് കൊണ്ട് യഥാർത്ഥ വിശ്വാസമല്ല, യഥാർത്ഥത്തിലുള്ള സൽക്കർമ്മമല്ല അതാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അയാൾക്ക് രക്ഷയുണ്ടാകും എന്ന് ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ യാതൊരു നിർവാഹവും